അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആദ്യം തന്നെ ഒരു 3/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അളവ് കപ്പായിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള നമ്മൾ വീട്ടിൽ ചായയും വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് എല്ലാം അളന്നെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റീൽ ഗ്ലാസ് എടുക്കുക, ആ ഗ്ലാസ്സിന് 3/4 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളെ വീട്ടിലുള്ള അത്യാവശ്യം വലുപ്പമുള്ള ഒരു സ്പൂൺ എടുക്കുക. 1 ടേബിൾ സ്പൂണിൻ്റെ അളവാണ്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. കൊക്കോ പൗഡറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്താലും മതി. ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് അങ്ങ് ഫില്ല് ചെയ്യാം. ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ എടുത്ത ഗോതമ്പ് പൊടിയിലും തരികളുണ്ടാവും, കൊക്കോ പൗഡറിലൊക്കെ തരി ഉണ്ടാവും. ഒരു അരിപ്പയിലൂടെ ഇതിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച ഗോതമ്പ് പൊടിയും കൊക്കോ പൗഡറും ഒന്ന് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചിലർക്ക് ആ കൊക്കോ പൗഡറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ പാൽപ്പൊടി ഒഴിവാക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. ഇനി വീട്ടിലുള്ള ഒരു ചെറിയ സ്പൂൺ എടുക്കുക. ആ സ്പൂണിൻ്റെ അളവിന് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താലും മതി. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് അരിച്ചെടുക്കുക. ഇതുപോലെ കട്ടകളൊക്കെ ഉള്ളത് ഒന്ന് ഉടച്ച് അരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ കട്ടകൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ അരിച്ചെടുക്കാൻ പറയുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്ത മാവ് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി അരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. നമ്മൾ മാവ് അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് തൈരും കൂടി എടുക്കുക. തൈര് എടുക്കുമ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള തൈര് വേണം എടുക്കാനായിട്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പുള്ള തൈരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ച് അത് റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം എടുക്കാനായിട്ട്. നമ്മളിതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല, തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയുടെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 3 കോഴിമുട്ട പൊട്ടിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. മുട്ട എടുക്കുമ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാനായിട്ട്. ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന മുട്ടയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പെല്ലാം മാറിയിട്ട് വേണം എടുക്കാൻ. ഇനി 1/2 ഗ്ലാസ് നല്ല കട്ടിയുള്ള പുളിപ്പില്ലാത്ത തൈര് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ തൈരിന്റെ കട്ടകളെല്ലാം നല്ലതുപോലെ ഉടച്ച് ഒരു ക്രീം പരുവത്തിന് ആക്കി ഒന്ന് എടുക്കുക. അപ്പോൾ തൈര് നല്ല ക്രീം പരുവത്തിന് ഇതാ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വാനില എസൻസ് ആണ്. വാനില എസൻസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. 3/4 കപ്പാണ് നമ്മൾ പൊടിച്ച് എടുക്കുമ്പോൾ കിട്ടുന്നത്. അത് ഒരുമിച്ച് ചേർക്കരുത്, കുറച്ച് വീതം ചേർത്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം നോർമൽ മധുരമാണ്. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിക്കുന്ന സമയത്ത് 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് പൊടിച്ചെടുക്കുക. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് പൊടിക്കാതെ വേണമെങ്കിലും പഞ്ചസാര ഇതിലേക്ക് 1/2 കപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് സമയം എടുക്കും നമുക്ക് ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടാനായിട്ട്. ഇപ്പോൾ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മിക്സായി കിട്ടും. മാവ് അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെയാണ് പഞ്ചസാരയും എടുക്കേണ്ടത്. ഒരുമിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കട്ടകൾ പോലെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വീതം ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ഫുള്ളായിട്ട് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എണ്ണയാണ്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ മാവ് അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. പക്ഷെ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ ആ ഒരു വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. വെളിച്ചെണ്ണയുടെ ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും. അപ്പോൾ മണമില്ലാത്ത ഏതെങ്കിലും ഓയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ബട്ടർ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ബട്ടർ ചെറിയ രീതിയിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് ഒരു 1/4 കപ്പ് എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇതാ എടുത്തിട്ടുണ്ട്. 2 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. നമ്മൾ മാവ് അളന്നെടുത്ത് അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. 1/4 കപ്പ് പാല് തിളപ്പിച്ചാറിയ പാലാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. പാലിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം 1/4 കപ്പ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുക്കാം. അരിച്ച് വെച്ചിരിക്കുന്ന മൈദയും കൊക്കോ പൗഡറും കുറച്ച് വീതം ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. നമ്മൾ ഒരുമിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടകൾ പോലെ കിടക്കും. അപ്പോൾ കുറച്ച് ഇട്ട് കട്ടകളെല്ലാം ഒന്ന് ഉടച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാടിട്ട് ഇളക്കി മറിക്കരുത്. ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ബാക്കിയെല്ലാം ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി മാവ് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. കണ്ടില്ലേ, മാവ് കുറച്ച് കട്ടിക്കാണിരിക്കുന്നത്. ഇനി കുറച്ച് പാലും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 1/4 ഗ്ലാസ് തിളപ്പിച്ചാറിയ പാലെടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ച് ഒന്ന് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഒരുപാട് കട്ടിയാവാനും പാടില്ല, ഒരുപാട് അങ്ങ് ലൂസാവാനും പാടില്ല. ആ ഒരു പരുവത്തിന് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. കുറച്ച് കട്ടിക്കാണിരിക്കുന്നത്. കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1/4 കപ്പ് ഫുള്ളായിട്ട് ഇതാ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ എടുക്കുന്ന ഓരോ ബ്രാൻഡ് ഗോതമ്പ് പൊടിക്ക് അനുസരിച്ചും നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ ആയാലും പാലിൻ്റെ അളവിനായാലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 1/4 ഗ്ലാസ് പാലല്ലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് കറക്റ്റായിരുന്നു. ഈ ഒരു പരുവത്തിന് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഇതുപോലെ ഒഴുകി പോകുന്ന രീതിയിൽ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഇനി ചെറിയൊരു ബൗളിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. സോഡാപ്പൊടിയാണേ. നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. നമ്മളിതിൽ മുട്ടയൊന്നും ചേർക്കാത്തത് കൊണ്ടാണ് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുള്ളത്. നമ്മൾ മുട്ട ചേർത്താണ് ഇത് തയ്യാറാക്കുന്നതെങ്കിൽ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്താൽ മതി. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാടിട്ട് കുത്തി ഇളക്കി മിക്സ് ചെയ്യരുത്. ചെറിയ ഒരു രീതിയിൽ ഇതുപോലെ ഒരേ ഡയറക്ഷനിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ കേക്ക് ആവിയേറ്റി എടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഗ്ലാസ്സിന് പകരം വേണമെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും പാത്രം എടുത്താലും മതിയാവും. ഞാൻ ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ മൈദ ഒന്നും തട്ടിക്കുടഞ്ഞ് എടുക്കുന്നില്ല, അതുപോലെ തന്നെ ബട്ടർ പേപ്പറൊന്നും വെച്ച് കൊടുക്കുന്നില്ല. ബട്ടർ ആകുമ്പോൾ പെട്ടെന്ന് സ്മൂത്തായിട്ട് ഇത് ഇളകി കിട്ടും. ഇനി നമ്മൾ ബാറ്റർ തയ്യാറാക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. അരഭാഗത്തോളം മാത്രമേ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാവൂ. ഇപ്പം 4 ഗ്ലാസ്സിലും ബാറ്റർ ഇതാ ഒരേ അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഒഴിക്കരുത്, അതുപോലെ തന്നെ 1/4 ഭാഗം ഒഴിക്കരുത്. ഒരു അരഭാഗത്തോളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. ഇനി എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു ഈർക്കിൽ വെച്ചോ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ബട്ടറിന് പകരം നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബട്ടർ ആകുമ്പോൾ പെട്ടെന്ന് നല്ല സ്മൂത്തായിട്ട് ഇളകി കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ താഴെ അറ്റത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ അതാ ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം.
അതൊന്ന് ടേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ കേക്ക് തയ്യാറാക്കുന്നത് ആവിയിൽ വെച്ച് വേവിച്ചെടുത്തിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പുറത്തൊക്കെ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അലുമിനിയം ഫോയിൽ വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഒരു അലുമിനിയം ഫോയിൽ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങ് പ്രസ് ചെയ്ത് ഇങ്ങനെ വെക്കരുത്, എന്നാൽ പിന്നെ മാവ് പൊങ്ങി ഇതിൻ്റെ പുറത്തൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. കുറച്ചൊന്ന് ലൂസായിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പം അങ്ങ് പ്രസ് ചെയ്ത് വെക്കാതെ ചെറിയൊരു ലൂസായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കുക. ഇപ്പം അലുമിനിയം ഫോയിൽ വെച്ച് ഇതാ ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് പ്രസ് ചെയ്ത് കവർ ചെയ്ത് ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. കാരണം എന്ന് വെച്ചാൽ കേക്ക് ആവിയിൽ ഇരുന്ന് വെന്ത് വരുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി വരും. പൊങ്ങി വരുമ്പോൾ അവിടെ ഒട്ടിപ്പിടിച്ച് പിന്നെ വല്ലാണ്ടായി പോകും. അതുണ്ടാവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇതിന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും കുഴിയുള്ള അടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ അടച്ചു വെച്ചാലും മതി. ഇനി ഇതൊന്ന് ആവിയേറ്റി വേവിച്ചെടുക്കാം. ഇപ്പം ഞാനൊരു ഇഡ്ഡലി ചെമ്പിൽ ഇതാ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പിൻ്റെ 1/4 ഭാഗത്തോളം വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ നമ്മളിത് ആവിയേറ്റില്ലേ എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 7 ഗ്ലാസ് വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാ വെള്ളം തിളയ്ക്കാറായി. ഇനി ഇതിലേക്ക് നമുക്ക് ഇതുപോലത്തെ ഒരു തട്ടുണ്ടാവുമല്ലോ, ഇഡ്ഡലി ചെമ്പ് വാങ്ങുമ്പോൾ ഇതുപോലത്തെ ഒരു തട്ടുണ്ടാവും. അതുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇഡ്ഡലി ചെമ്പിൻ്റെ ഇഡ്ഡലി വേവിച്ചെടുക്കുന്ന തട്ട് വെച്ച് കൊടുത്താലും മതിയാവും. ഇനി ഓരോ ഗ്ലാസ് ആയിട്ട് വെച്ച് കൊടുക്കുക. അപ്പം 4 ഗ്ലാസും ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പുറത്ത് ഹോളൊന്നും ഇട്ട് കൊടുക്കരുത്. ഹോളൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ വെള്ളമൊക്കെ ഇറങ്ങി ചെന്ന് വല്ലാണ്ടായി പോവും. ഇതിന്റെ ഉള്ളിൽ ഹോളൊന്നും ഇട്ട് കൊടുക്കാനേ പാടില്ല. അപ്പൊ വെള്ളം ഇറങ്ങി ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ അലുമിനിയം ഫോയിൽ വെച്ച് ഒന്ന് കവർ ചെയ്ത് എടുക്കുന്നത്. ഇനി ഇത് മൂടി വെച്ച് ഒന്ന് ആവിയേറ്റി എടുക്കാം. മീഡിയം ഫ്ലെയിം തന്നെ വെക്കാം. ഇപ്പൊ ഇത് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഒരു കത്തിയുണ്ട്, ഇതിൻ്റെ അലുമിനിയം ഫോയിലൊന്ന് ഇളക്കി നോക്കാം. നല്ല ചൂടാണ്, നല്ലോണം ആവി വരുന്നുണ്ട്. ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടില്ല. ഇതായിട്ടുണ്ടോ എന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇപ്പം കണ്ടില്ലേ, നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇതിൻ്റെ ഉള്ളിലൊന്ന് ഫുള്ളായിട്ടൊക്കെ കുത്തി നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ട് ഇതാ വന്നിട്ടുണ്ട്. മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. കണ്ടില്ലേ, ടൂത്ത് പിക്കിലൊന്നും മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അഥവാ ടൂത്ത് പിക്കിൽ മാവ് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും 10-15 മിനിറ്റ് മൂടി വെച്ച് ആവിയേറ്റി എടുക്കുക. ഇപ്പൊ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഇപ്പൊ നല്ല ചൂടാണ്. ഇഡ്ഡലി ചെമ്പിൽ നിന്നും പുറത്തെടുത്ത് വെച്ച് ഇതിന്റെ ചൂട് പൂർണ്ണമായിട്ട് മാറിയിട്ട് മാത്രമേ എടുക്കാവൂ. അപ്പൊ ഇഡ്ഡലി ചെമ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇതിന്റെ പുറത്തുള്ള അലുമിനിയം ഫോയിലൊക്കെ മാറ്റി നല്ലതുപോലെ ചൂട് മാറാൻ വേണ്ടി ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ചൂട് പൂർണ്ണമായിട്ടും ഇത് മാറിയിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു കേക്ക് എടുക്കുക. ഇനി ഇതിന്റെ സൈഡൊന്നും വിടിയിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം വിട്ടിരിപ്പുണ്ട്. കണ്ടോ? വേണമെന്നുണ്ടെങ്കിൽ ഒരു കത്തി വെച്ച് ഒന്ന് സൈഡ് വിടിയിച്ച് കൊടുക്കുക. ഇനി കയ്യിലേക്ക് ഒന്ന് കമഴ്ത്തി ഇട്ട് കൊടുക്കുക. ഈസി ആയിട്ട് ഇത് വീണ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഗ്ലാസ്സിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. കാരണം നമ്മളിതിൽ ബട്ടറാണ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എണ്ണയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒട്ടിപ്പിടിക്കും. ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ഗ്ലാസ്സിൽ കേക്ക് ആവിയേറ്റി വേവിച്ചെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓവൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ കേക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കേക്ക് ടിന്നോ കേക്ക് മോൾഡോ ഒന്നും തന്നെ ആവശ്യമില്ല. അതുപോലെ തന്നെ മൈദ വേണ്ട, മുട്ട വേണ്ട, ഇതൊന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, നല്ല പഞ്ഞി പോലെ മുറിക്കുമ്പോൾ തന്നെ നല്ല പഞ്ഞി പോലെ ഇതാ കിട്ടിയിട്ടുണ്ട്. ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ആവിയിൽ നമുക്ക് കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്